ശരിക്കും കേരളത്തിൽ സാരിക്ക് ഇത്രയധികം മാർക്കറ്റ് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു തീർച്ചയായിട്ടും. ഡൗട്ട് ശരിക്കും. തീർച്ചയായിട്ടും. കാരണം പഴയ പോലെയല്ല. ഇപ്പം കുറച്ചും കൂടെ സാരിക്ക് ഡിമാൻഡ് കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും ഇങ്ങനെ ഓൺലൈൻ ത്രൂ സ്റ്റാർട്ട് യെസ്. ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് അതാണ്. ഉം. കാരണം ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് സാരിയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. സോ ഡെഫിനിറ്റ്ലി സാരിക്ക് അത്ര ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 ഇയേഴ്സ് ആയിട്ടായിരിക്കും അല്ലേ ഇത്രയധികം ആൾക്കാർ സാരിയിലേക്ക് അല്ലേ. അതെ, അതെ, അതെ. ജെൻസീസിന്റെ ഇടയ്ക്ക് സാരി ഇത്രയും പോപ്പുലർ പോപ്പുലർ ആയത്. ആയത്. നോർമൽ വെയർ പോലെ എല്ലാവരും സാരി വാങ്ങുന്നു അല്ലേ. അത് ഈ ഓൺലൈൻ ഈ ഷോപ്സിന്റെ എണ്ണം നമുക്ക് എടുക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ മനസ്സിലാവും. പറ്റും. യെസ്. യെസ്. എങ്ങനെയാണ് ജെൻസീസിന്റെ ഇടയ്ക്ക് ഈ സാരി സ്റ്റൈലിങ്ങിനെ പറ്റി പറയാനുള്ളത്? അവരെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ്? അവരുടെ പ്രത്യേകതരം സ്റ്റൈലിംഗ് ആണ്. യാ. ഒത്തിരി വ്യത്യാസമുണ്ട്. അവർ ചിലപ്പോൾ ബ്ലൗസിന് വരുന്ന മാറ്റങ്ങള്, സാരിയുടെ കളറുകള്, പാറ്റേൺ എല്ലാം അവർ ശ്രദ്ധിച്ച് തന്നെയാണ് അത് സാരി എടുക്കുന്നത് തന്നെ. അപ്പം ഓരോ ഫംഗ്ഷനും കോഫി ഡേറ്റ് ആയിക്കോട്ടെ, അങ്ങനെ പല പല ഡേറ്റുകൾ അവർ വെച്ചിരിക്കുന്നത്. അതിനൊക്കെ ഒരു സാരിയാണ് കൂടുതൽ. ഇപ്പൊ ബർത്ത്ഡേക്ക് ചിലർ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ബോയ് ഫ്രണ്ട് ടു ഗേൾ ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയും. അതൊക്കെ 20-21 ഏജ് ഒക്കെ ഉള്ളവരുണ്ടാവുള്ളൂ. പക്ഷെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി സാരിയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓക്കെ അങ്ങനെ ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു ഫോട്ടോഷൂട്ടിനൊക്കെ ആയിരിക്കും ബേബി സാരിയൊക്കെ ആദ്യം യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ആയി അതെല്ലാം മാറി. അത് സേവ് ദ ഡേറ്റിനൊക്കെ സാരി ആയിരുന്നു യൂസ് ചെയ്തത്. അത് പിന്നെ പതുക്കെ വന്ന് 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 എല്ലായിടത്തേക്കും ഇപ്പൊ സാരി നോർമലായി. ആയി അതെ ആയി അതെ അതെ അതെ.